നമസ്കാരം. പി അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതാണ്. നമുക്കറിയാം, മമതാ ബാനർജി എന്ന് പറയുന്ന ഇന്ത്യയിലെ തീപ്പൊരി നേതാവ് CPMൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്ത ശേഷം CPM എന്നുള്ള പ്രസ്ഥാനം തന്നെ നാമാവശേഷമായി. അവിടെ CPMൻ്റെ ഓഫീസുകളടക്കം ജനങ്ങൾ, പാർട്ടി അണികൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അങ്ങനെ ഭരണം പിടിച്ചെടുത്ത ശേഷം ഇന്നേ വരെ പിന്നെ CPMന് അവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. ബംഗാളിനെ ഒരു പട്ടിണി സംസ്ഥാനമായി മാറ്റിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം CPMനാണ്. അവിടെ നിന്നാണ് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് ജോലി അന്വേഷിച്ച് ആളുകൾ ഒഴുകുന്നത്. അങ്ങനെയുള്ള ബംഗാളിലെ ഭരണ നേതൃത്വം ഏറ്റെടുത്ത തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും പഠിച്ച പണി 18 പയറ്റിയിട്ടും അവരെ തൊടാൻ പറ്റിയില്ല. ദീദിയായിട്ട് തന്നെ ഇരുന്നു. ഇപ്പോഴിതാ കേരളത്തിലെ CPMൽ നിന്ന് എല്ലാ തരത്തിലും പോരാട്ടം നടത്തി പിണറായി വിജയനെതിരെ P ശശിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തു വന്ന PV അൻവർ ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല, ദീദി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരു കാര്യം പിണറായി വിജയൻ ഞെട്ടലോട് കൂടിയിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിലെ CPM അത്രയും സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിണറായി എന്ന് പറയുന്ന മഹാനായ തട്ടിപ്പുകാരൻ, മാഫിയ തലവൻ, എല്ലാ തരത്തിലും അഴിമതി നടത്തി കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച, കൊലപാതകങ്ങളടക്കം ചെയ്തിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് ജനങ്ങൾക്കൊരു ബാധ്യതയാണ്, ഭാരമാണ്. അദ്ദേഹം 25,000 കോടി രൂപയാണ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ചിരിക്കുന്നത്. മകളെയും മകനെയും സംരക്ഷിക്കുക, കുടുംബത്തെ സംരക്ഷിക്കുക. അതോടൊപ്പം കേരളത്തിലെ എല്ലാ മേഖലകളിലും ഒരു ഗുണ്ടാ മാഫിയ ടീമിനെ ക്രമീകരിച്ച് അവിടെയെല്ലാം പോലീസിലും റവന്യൂ വകുപ്പിലും എല്ലാ മേഖലയിലും ഗുണ്ടായിസം കാണിച്ച് അവിടെ മണ്ണ് നികത്തലും പാറ പൊട്ടിക്കലും അത് സെറ്റിൽമെൻറ്റ് നടത്തലും അങ്ങനെ എല്ലാ തരത്തിലും ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് കേരളം പോകുന്നത്. 5.5 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കടമായി വെച്ചിരിക്കുന്നത്. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ബാധ്യതയായിട്ടാണ് കേരളത്തിൽ ജനിക്കുന്നത്. കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. പല വീടുകളിലും വയസ്സായ മാതാപിതാക്കൾ മാത്രമാണ്, വീടുകളിൽ ആളുകളില്ല. അതേപോലെ തീരദേശ കാടിനോട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം, പശ്ചിമഘട്ട മേഖലകളിലെല്ലാം തന്നെ മൃഗങ്ങൾ കയ്യേറി ജനങ്ങളെ കൊല്ലുന്നു. അങ്ങനെ കൊല്ലുന്ന മേഖലകളിലെല്ലാം തന്നെ ജനങ്ങൾ ഭീതിയോടെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെ കേരളം മൊത്തത്തിലെടുത്തു നോക്കിയാൽ കുട്ടിച്ചോറാക്കിയ ഒരു നേതാവാണ്, പെരുങ്കള്ളനാണ് പിണറായി വിജയൻ. ആ പെരുങ്കള്ളനെയും കൊണ്ട് ചുമന്നു പോകേണ്ട ബാധ്യത ഇനിയില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ തീരുമാനിക്കുമ്പോൾ ആണ് PV അൻവർ രംഗപ്രവേശം ചെയ്യുന്നത്. പിണറായിക്കെതിരെയും അതേപോലെ P ശശിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് PV അൻവർ രംഗത്ത് വന്നത്. ഇതിൽ CPMലെ ഏകദേശം 9 MLAമാർ ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നു. 3ഓളം CPI MLAമാരും ഒരു NCP MLAയും ഒരു ജനതാദൾ MLAയും ഒരു RSPയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു MLAയും ഇദ്ദേഹവുമായി ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. ഏകദേശം 12-14 MLAമാർ രാജിവെച്ച് PV അൻവറിനോടൊപ്പം കൂടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതിൻ്റെ അവസാനവട്ട ചർച്ചയിലാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. എന്തായാലും PV അൻവർ 2 കൽപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിണറായി വിജയനോട് ഏറ്റുമുട്ടുക, തന്നെ കള്ളക്കേസിൽ കുടുക്കിയ പിണറായി വിജയനെ അതേപോലെ P ശശിയെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മാർക്സിസ്റ്റ് പാർട്ടി പിളർത്തി അതിൻ്റെ ഒരു വലിയൊരു ഭാഗം അണികൾ, നിഷ്പക്ഷരായ മുമ്പ് നമ്മുടെ VS അച്യുതാനന്ദനോടൊപ്പം നിന്നിരുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായി ഒരു വലിയ ഒഴുക്ക് തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബംഗാളിൽ എങ്ങനെയാണോ ജ്യോതി ബാസുവിനെ, ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഇറക്കിയത്, CPMനെ പടിയടച്ച് പിണ്ടം വെച്ചത്, ആ ബംഗാളിൽ നിന്ന് ത്രിപുരയിൽ നിന്ന് ആട്ടിയോട്ടിച്ചത്, അതേപോലെ കേരളത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർത്തി, മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത്
ഇല്ലാതാക്കാനുള്ള വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് ദീദിയെ കൂട്ടുപിടിച്ച് ഇപ്പോൾ അൻവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. വെറും കയ്യോടെയല്ല അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. സംസ്ഥാന പാർട്ടി ഇതേപോലെ തകർന്നു തരിപ്പണമായ CPM പോലൊരു പാർട്ടിയല്ല ദീദിയുടെ നേതൃത്വത്തിലുള്ള ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്. ഓരോ ഘട്ടത്തിലും പിടിച്ചു നിന്ന് പോരാടി ഏത് ഘട്ടത്തിലും BJPയോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള, ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാൻ കഴിവുള്ള പാർട്ടിയായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ കാണുന്നത്. ആ സന്ദർഭത്തിൽ അതേപോലെ ഒരു നേതാവ് എന്തിനും തയ്യാറുള്ള, പോരാട്ടത്തിന് തയ്യാറുള്ള, എന്തിനും വെല്ലുവിളിക്കാൻ തയ്യാറുള്ള നേതാവാണ് PV അൻവർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് കേരളത്തിലെ UDFനോടൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പ്ലാനും പ്രവർത്തനവുമായി ഇറങ്ങുന്നത്. അടുത്ത ഇലക്ഷനിൽ CPM എന്നുള്ള പ്രസ്ഥാനമേ ഉണ്ടാവില്ല, തകർന്നു തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് സംശയമില്ല. കാരണം അതിൻ്റെ പാർട്ടിയുടെ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളും താഴേക്കടയുള്ള സമ്മേളനങ്ങളും നടന്നപ്പോൾ അവിടെ പൊരിഞ്ഞ തല്ലും ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന രീതിയുമാണ് കാണുന്നത്. ഈ പാർട്ടി എന്തിനാണ് ബലാത്സംഗ വീരന്മാരായ മുകേഷിനെ പോലുള്ള ആളുകളെയെല്ലാം കൊണ്ടു നടക്കുന്ന ഈ പാർട്ടി ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നടക്കുന്നത്? പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു, പാർട്ടി സെക്രട്ടറിമാർ കോടികൾ ഉണ്ടാക്കുന്നു, ബെൻസ് കാറിലും അതേപോലെ ഇന്നോവ കാറിലും സഞ്ചരിക്കുന്നു, അവർക്ക് കോടികളുടെ സ്വത്തുണ്ട്. അങ്ങനെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയെ പോലെ ഒരു പ്രത്യേക വിഭാഗത്തെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് CPM ഇപ്പോൾ. ആ CPM ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള പിണറായി വിജയനെ തൂത്തെറിയാൻ ശക്തനായ ഒരു നേതാവ് മാത്രം മതി. പലതരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിലും പോരാടുന്നതിൽ, ഉറച്ചു നിന്ന് പോരാടുന്നതിൽ, അടിയുറച്ച് പോരാടുന്നതിൽ, ശക്തമായി പോരാടുന്നതിൽ, പോലീസിനടക്കം വെല്ലുവിളിച്ച് പോരാടുന്നതിൽ, പിണറായിയെയും ശശിയും വെല്ലുവിളിച്ച് പോരാടുന്നതിൽ ശക്തനാണ്, ഇരട്ടച്ചങ്കുള്ള ആളാണ് PV അൻവർ എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഒരു ആന ചവിട്ടി ഒരാളെ കൊന്നപ്പോൾ, അവിടെ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ പറ്റിയത് ഒരു ദിവസം പോലും ഇല്ലാതെ പിറ്റേ ദിവസം രാത്രിയാകുമ്പോഴേക്ക് അദ്ദേഹത്തെ ജാമ്യത്തിൽ കോടതി തന്നെ വിട്ടയച്ചു. അത്രയും ജനപിന്തുണയാണ് ഇപ്പോൾ PV അൻവറിനുള്ളത്. അത് തീർച്ചയായും ആളിപ്പടരും. കേരളത്തിൽ അത് ആളിപ്പടർന്ന് CPMനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള വജ്രായുധമായി ദീദി അദ്ദേഹത്തെ ഒരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.